ഹാലേലൂയ. ദൂരത്തും ചാരത്തും അടുത്തും അകലെയുമായി ദേശത്തും വിദേശത്തുമൊക്കെയുമായിരുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നേരത്തെ പറയാറുള്ള ഇതൊരു മതത്തിൻ്റെ ഒരു സംഘടനയുടെ ഒരു പ്രാർത്ഥനയല്ല, പൊതുവിൽ കഷ്ടം സഹിക്കുന്ന അനവധി ആളുകളെ വഹിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ആധാരമായി ഞാനൊരു ദൈവവചനം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. 75-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം. സമയം വരുമ്പോൾ അവൻ നേരോടെ വിധിക്കും. അവിടെ എഴുതിയിട്ടുണ്ട്, എന്താ സമയം വരുമ്പോൾ അവൻ നേരോടെ വിധിക്കും. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, മനുഷ്യൻ വിവിധ കാരണങ്ങളാൽ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് വിവിധ ആളുകളുടെ കുറ്റം വിധിക്കലാൽ ഭാരപ്പെട്ട് മനം തകർന്നു പോകുന്ന ഈ സാഹചര്യങ്ങളിൽ അതിൻ്റെ നടുവിൽ മനുഷ്യൻ ജീവിതത്തിൽ തകർന്നും പതറിയും പോകാതിരിക്കുവാൻ ഹല്ലേലൂയ, സമയം വരുമ്പോൾ അവൻ നേരോടെ വിധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നേരോടെ വിധിക്കുന്ന ദൈവമായതുകൊണ്ട് ജീവിതത്തിൽ ഏറി വരുന്ന കഠിന ശോധനയുടെ നടുവിൽ നിങ്ങൾ തകർന്നു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ കഴിയുന്നെങ്കിൽ നിങ്ങളെ കുറ്റം വിധിക്കുന്നവരുമേൽ ദൈവം നേരോടെ വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ സകല ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിലും ഭാരതത്തിലും ലോക രാജ്യങ്ങളിലുള്ള 800 കോടിയിലധികം ജനത്തിനായി ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, മനുഷ്യൻ ചെയ്യാത്തതും അവർ കാണാത്തതും കേൾക്കാത്തതും തൊടാത്തതും പോകാത്തതും അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യൻ പല വിധങ്ങളാൽ കർത്താവെ പരസ്പരം കുറ്റം വിധിച്ച് പലരും ജീവിതത്തിൽ നിരാശയുടെ ദുഃഖത്തിൻ്റെ സങ്കടത്തിൻ്റെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ അതിന് നടുവിൽ ആശയറ്റവരായി ആശ്വാസമില്ലാതെ പലരും തങ്ങളുടെ ജീവിതം തന്നെ ഒടുക്കിക്കളയുന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവെ, അങ്ങനെ ജീവിതം തകർന്നു കിടക്കുന്ന അനവധി ആളുകൾക്ക് വേണ്ടി അടിയും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം വെളിപ്പെട്ട് കർത്താവയുടെ വിഷയങ്ങൾക്കൊരു പരിഹാരമായി സ്വർഗത്തിലെ ദൈവം മഹാത്ഭുതങ്ങളെ ചെയ്യണമേ. തകർന്നു കിടക്കുന്ന അനവധി ജീവിതങ്ങളുണ്ട് കർത്താവെ. ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം വിധിക്കപ്പെട്ട് പലരുടെയും നിന്നയും അപമാനങ്ങളും പരിഹാസങ്ങളും ഏറ്റ് ജീവിതം തകർന്നുപോയ അനവധി ജീവിതങ്ങളെ ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തണമേ. എൻ്റെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരും വൃദ്ധരും അശരണരും യാചകരും ഓർഫണേജിനും വോൾട്ടേജ് ഹോമിലും ജുവൽ ഹോമിൽ തടവറയിൽ കിടക്കുന്ന അനവധി ആളുകൾ, ജീവിതം കർത്താവെ മടുത്ത നിരാശയുടെ വക്കിലൂടെ കടന്നു പോകുന്നവർ, അവർക്കെല്ലാം ഒരു ആശ്വാസവും സമാധാനവും ദൈവമേ അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശകൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ മനുഷ്യൻ പലപ്പോഴും പിടിച്ചു നിൽപ്പാനാവാതെ അവരുടെ ജീവിതത്തെ തന്നെ തകർത്ത് അല്ലെങ്കിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന അനവധി കാഴ്ചകൾ, അനവധി സംഭവങ്ങൾ നിങ്ങൾ കാണുമ്പോൾ കർത്താവെ, ദൈവം തന്ന ആയുസ്സും ആരോഗ്യവും ശരീരവും ജീവനും അത് ശത്രുവിൻ്റെ പ്രേരണയാൽ, ദുഷ്ടന്മാരുടെ പ്രേരണയാൽ മറ്റുള്ളവർ കുറ്റം വിധിക്കുമ്പോൾ അവർ തങ്ങളുടെ ജീവിതത്തെ സാത്താൻ്റെ ഇഷ്ടപ്രകാരം നരകത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ സ്വയം മരിച്ച് നിത്യനരകത്തിലേക്ക് പോകാതെ മനുഷ്യൻ ഏത് പ്രശ്നത്തെയും അല്ലെങ്കിൽ തരണം ചെയ്യുവാനുള്ള കൃപ ഈ കർത്താവെ സകല ജനത്തിന്മേലും പകരുവാൻ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. തിരിച്ച് കേരളത്തിലെ കർത്താവെ 14 ജില്ലകളെ ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തവരും അന്യസംസ്ഥാന തൊഴിലാളികൾ കർത്താവെ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിലെ ജനം വിവിധ കാരണങ്ങളാൽ പലപ്പോഴും കുറ്റവാളികളായി ഹല്ലേലൂയ മാറുന്ന അനുഭവങ്ങൾ, അനവധി നിരപരാധികൾ ക്രൂശിക്കപ്പെടുമ്പോൾ അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ അവരെ കുറ്റം വിധിച്ച് അവരുടെ മേൽ ക്രിമിനൽ കേസുകളുണ്ടാക്കി അവരെ കള്ളക്കേസിൽ കുടുക്കി അവരെ തുറുങ്കിൽ അടയ്ക്കുന്ന അനവധി സംഭവങ്ങൾ ഞങ്ങൾ കാണുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് കർത്താവെ കുറ്റം വിധിച്ച് പലരും നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് പരിഹാസമായി പലരും ജീവിതത്തിൽ നിരാശയുടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ നടുവിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, ജനത്തിൻ്റെ വിഷയങ്ങളുമേ സ്വർഗത്തിലെ ദൈവം ഇടപെടുമാറാകണമേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം കർത്താവെ ജനങ്ങളുടെ മേൽ പകരുവാൻ, ജനം കടന്നുപോകുന്ന പ്രതിസന്ധി മേഖലയെ തരണം ചെയ്യുവാൻ ഈ ജനത്തിന് ആശ്വാസം കൊടുക്കണമേ. ആശയറ്റവരായ ജനം അവർക്ക് കർത്താവെ അവരുടെ നിരാശയിൽ നിന്ന് വിടുവിക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങളിലായി കർത്താവെ 145 കോടിയിലധികം വരുന്ന ജനത്തിൻ്റെ വിടുതലിനും രക്ഷയ്ക്കും വേണ്ടി അടിയും പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ
എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ കർത്താവെ പരസ്പര സ്നേഹമില്ലാതെ സന്തോഷമില്ലാതെ കുടുംബത്തിനകത്തും പുറത്തും സമൂഹത്തിലും ജോലി മേഖലയിലും കടന്നു പോകുന്ന എല്ലാ മേഖലയിലും കൂട്ടായ്മകളിൽ പോലും ദൈവസ്നേഹം നഷ്ടപ്പെട്ടവരായി പരസ്പരം കുറ്റം വിധിച്ചും പഴിയാരിയും കർത്താവെ ജീവിതം നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനവധി ആളുകളെ ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ പലപ്പോഴും മരണകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് കർത്താവെ ക്രൂശിക്കപ്പെടുമ്പോൾ അതിൻ്റെ നടുവിലും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ വിഷയത്തെ ഏൽപ്പിക്കുകയാണ്. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കൂ നരളിച്ച നല്ല കർത്താവ് സകല വിഷയങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേരളത്തിലെ ഭാരതത്തിലെ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നിരാശകളും സങ്കടങ്ങളും ദുഃഖങ്ങളുടെ നടുവിൽ കർത്താവെ ആശയറ്റവരായി തീരാതെ ആശ്വാസമുള്ളവരായി തീരുവാൻ അവരുടെ വിഷയങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിഷയങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെടുത്തുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും വലിയൊരു ജാതിയുടെ പേര് പറഞ്ഞ് തമ്മിലടിച്ച് കലഹിച്ച് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനവധി ആളുകൾ ഞങ്ങൾക്ക് ചുറ്റിലുമുള്ളപ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവെ ആശ്വാസദായകനായിരിക്കുന്ന കർത്താവിൻ്റെ കരം വെളിപ്പെടുവാൻ ഇടയാകണമേ. കർത്താവ് ഞങ്ങളുടെ 7 ഭൂഖണ്ഡങ്ങൾ തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 800 കോടിയധികം വരുന്ന ജനത്തിൻ്റെ രക്ഷയ്ക്കും വിടുതലുമാടിയും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ മനുഷ്യൻ പരസ്പരം സ്നേഹമുള്ളവരായി സമാധാനമുള്ളവരായി തമ്മിൽ ഭാരങ്ങളെ ചുമങ്ങുന്ന ഒരുവൻ പ്രാർത്ഥിച്ച് ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ അത് സൂര്യൻ അസ്തമിക്കുവോളം വെച്ചുകൊണ്ടിരിക്കാതെ പരസ്പരം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുന്നൊരനുഭവം കർത്താവെ ജനഹൃദയങ്ങളിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടും അനവധി ക്രൈസ്തവ പീഡനങ്ങൾ വർദ്ധിച്ച് അനവധി ക്രൈസ്തവ മിഷണറിമാരും ക്രൈസ്തവരും ഹല്ലേലൂയ മരണപ്പെട്ട രക്തസാക്ഷിത്വം ഭരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവെ കാരണം കൂടാതെ പലരെയും വിധിക്കുന്ന സാഹചര്യങ്ങൾ, അതുപോലെ ഇസ്ലാമിക മേഖലയിൽ കർത്താവെ ഒരുപാട് ജനങ്ങൾ ലോകമെമ്പാടും കർത്താവെ കാരണം കൂടാതെ രക്തസാക്ഷികളായി മാറുമ്പോൾ ഹൈന്ദവ മേഖലയിലും അനവധി ആളുകൾ കർത്താവെ രക്തസാക്ഷികളായി മാറുന്ന അനവധി സംഭവങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ മതങ്ങൾ തമ്മിൽ കലഹിക്കാതെ രാഷ്ട്രീയം തമ്മിൽ കലഹിക്കാതെ മതവും രാഷ്ട്രീയങ്ങളും ഒന്നിച്ച് കൂട്ടിക്കിണക്കി കർത്താവെ മതം വളർത്തുവാൻ രാഷ്ട്രീയം വളർത്താൻ വേണ്ടി അനവധി നിരപരാധികൾ രക്തസാക്ഷികളായി ഹല്ലേലൂയ അവർ മരണപ്പെടുമ്പോൾ അത് മുഖാന്തരം മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും അയൽവാസികളും അവരുടെ ഉറ്റമിത്രങ്ങളും കർത്താവ് എല്ലാം നിന്ദിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിയമത്തിന് മുമ്പിൽ അവർ കുറ്റം വിധിക്കപ്പെടുമ്പോൾ അവർ തടവ് പുള്ളികളായി അവർ ശിക്ഷ ഏൽക്കേണ്ട സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കകത്തെല്ലാം ഒരു ദൈവിക സമാധാനം ജനത്തിന് കൊടുക്കണാടിയും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സമയം വരുമ്പോൾ അവൻ നേരോടെ വിധിക്കുള്ള തിരുവെഴുത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ മനുഷ്യൻ വിധിച്ച് കർത്താവെ ഹല്ലേലൂയ കള്ളക്കേസുകൾ അകപ്പെടുത്തി ജയിലടച്ചാലും കൽപ്പുറങ്ങൾ നിയമം അടച്ചാലും നേരോടെ വിധിക്കുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ട് കർത്താവേ വിവിധമായ വിഷയങ്ങളിനിടയിൽ ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് ഒരു സമാധാനം ആശ്വാസം ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമേ അവിടുന്ന് ജനത്തിൻ്റെ വിഷയങ്ങളെ സ്വർഗം ഇടപെടുമാറാക്കണമേ. അവർ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സ്വർഗം അത്ഭുതം ചെയ്യണനാടിയും പ്രാർത്ഥിക്കുന്നു. അനവധി നിരപരാധികൾ ക്രൂശിക്കപ്പെടുമ്പോൾ അനവധി കർത്താവ് ആളുകൾ കാരണം കൂടാതെ ജയിലറയ്ക്കകത്ത് അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അനവധി ആളുകൾ പുറലോകം കാണാൻ കഴിയാതെ തകരുമ്പോൾ അനേവർ കാരണം കൂടാതെ മാരകായുധങ്ങളാൽ ഹല്ലേലൂയ തകരുമ്പോൾ എൻ്റെ നടുവിൽ കർത്താവേ രാഷ്ട്രീയക്കാർക്കും സമുദായങ്ങൾക്കും മതങ്ങൾക്കും മത നേതാക്കന്മാർക്ക് സമാധാനം കൊടുക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. അധികാരികൾ കർത്താവേ ഹല്ലേലൂയ ഭരണ സംവിധാനങ്ങൾ ഇരിക്കുന്ന ലോകരാജ്യ രാഷ്ട്ര തലവന്മാർ കർത്താവെ നിയമങ്ങൾ ക്രമസമാധാന പാലം ചെയ്യേണ്ട ജുഡീഷ്യറിയൊക്കെയും ഈ നാളുകളിൽ കർത്താവെ വളരെ മാനസാന്തരപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നവരെ കർത്താവെ അവർ കുറ്റം വിധി ജയിലടയ്ക്കുമ്പോൾ അനവധി നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്ന അനവധി സംഭവങ്ങൾ ഞങ്ങൾ കാണുകയാണ്. അതിൻ്റെ നടുവിൽ കർത്താവെ ഒരു ആശ്വാസം സമാധാനം കൊടുക്കണമേ, ഒരു സ്വസ്ഥത കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിൻ്റെതായ ആഹാരം കൊടുക്കുന്ന നല്ല ദൈവമേ നിലവിളി ഉയരുന്ന ഈ കാലഘട്ടങ്ങളിൽ കർത്താവെ നിലവിളിക്ക് മറുപടിയായി സ്വർഗത്തിലെ ദൈവം അവരുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കൊടുക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലടി വിഷയങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് കർത്താവെ ഒരു മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മത സാമൂഹിക സാംസ്കാരിക ചരിത്ര മാധ്യമ മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്നവർ സയൻറ്റിസ്റ്റുകൾ എഞ്ചിനീയർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ അവർക്കൊരു മനസ്സാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടിലോട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ജനത്തെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. മനുഷ്യൻ തമ്മിലടിച്ച് കലകിച്ച് ജാതി ആക്ഷേപങ്ങളും ജാതി പേരുകൾ
പേരുകൾ പറഞ്ഞും വലിയവനെന്നും ചെറിയവനെന്നും കറുത്തവനെന്നും വെളുത്തവനെന്നുള്ള ആക്ഷേപ പരിഹാസങ്ങൾ വിട്ട് മനുഷ്യൻ പരസ്പരം കർത്താവെ സ്നേഹിപ്പാൻ ആമേൻ ഹല്ലേലൂയ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് തിരിച്ചറിയുവാൻ സ്നേഹം അവർ ഉള്ളങ്ങളിൽ ഉണ്ടാകുവാൻ ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങളിൽ കർത്താവെ സകല ജനത്തെയും അടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ആമീൻ കർത്താവെ ഹല്ലേലൂയ. ഉഭയസമ്മത ഉടമ്പടി പ്രകാരം വിവാഹ ജീവിതം കഴിച്ച് അനവധി ആളുകൾ വിവാഹ ജീവിതത്തിലേക്ക് വന്നെങ്കിലും പിന്നത്തേതിൽ അത് ജീവിതം മുഴിപ്പിക്കുവാൻ കഴിയാതെ, കുടുംബജീവിതം ധന്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ആമീൻ ഭാര്യഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇടർച്ചകളും കലക്കങ്ങളും മുഖാന്തരം അനവധി കർത്താവെ ഹല്ലേലൂയ കുടുംബജീവിതങ്ങൾ തകർന്ന് അനവധി ആളുകൾ ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ട് കഴിയുന്ന അനുഭവങ്ങൾ ആമീൻ ഞങ്ങളുടെ കേരളത്തിലും ഭാരതത്തിലും ഒക്കെയായി കുടുംബ കോടതികളിൽ എണ്ണിയാലൊടുങ്ങാത്ത കേസുകൾ കർത്താവെ ഡിവോഴ്സിനായി കിടക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ആ വിഷയങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ജുഡീഷ്യറിക്ക് കർത്താവെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ജുഡീഷ്യറി കർത്താവ് സുപ്രീം കോടതി, ഹൈക്കോടതി, സെഷൻസ്, മുനിസിപ്പൽ ഫസ്റ്റ് ക്ലാസ് കോടതികൾ, സെക്കൻഡ് ക്ലാസ് കോടതി ജഡ്ജിമാർ, അഭിഭാഷകന്മാർ, അഡ്വക്കേറ്റ് ജനറൽമാർ, ആ മേഖലയിലായിരിക്കുന്ന എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് പോലെ ക്രമസമാധാന പാലന രംഗത്തായിരിക്കുന്ന പോലീസ് സെക്ഷനുകളും കർത്താവെ ക്രൈം ബ്രാഞ്ച്, CBI, ഇന്റർപോൾ, NI, റോ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ED വിഭാഗവും കർത്താവെ രഹസ്യാന്വേഷണ മേഖലയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആമയുടെ SI, ഫോറസ്റ്റ് കർത്താവെ, കോസ്റ്റ് ഗാർഡ്, ഫയർഫോഴ്സ് വിഭാഗങ്ങൾ കർത്താവെ എല്ലാ മേഖലയിലും പലപ്പോഴും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായി പലരും കർത്താവെ കാരണം കൂടാതെ നിരപരാധികളെ കുറ്റം വിധിച്ച് ക്രൂശിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവെ നേരോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇവർ തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് സത്യത്തിൻ്റെ പാതയിലേക്ക് മടങ്ങി വരുവാൻ കർത്താവെ ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ. കേരളത്തിലും ഭാരതത്തിലും ലോക രാജ്യങ്ങളിലുള്ള എല്ലാ ഭരണാധികാരികളുടെയും മാനസാന്തരത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവെ സ്തോത്രം ജനത്തിൻ്റെയും മാനസാന്തരമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും കർത്താവെ ക്രൈസ്തവനും കർത്താവെ വേർപെട്ട കൂട്ടങ്ങൾ ഹിന്ദുവും മുസ്ലിമും ബുദ്ധമതക്കാരനും ജൈനമതക്കാരനും അല്ലെങ്കിൽ എല്ലാ പേർഷ്യൻ മതക്കാരനും ഹല്ലേലൂയ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ, ഹല്ലേലൂയ പാപങ്ങളെ ഏറ്റുപറയുവാൻ, ഹല്ലേലൂയ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന യേശു ക്രിസ്തുവിലൂടെ കർത്താവിയുടെ വിഷയങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുവാൻ മനുഷ്യൻ തമ്മിൽ വിധിച്ച് കുറ്റം പറഞ്ഞ് കുറ്റം വിധിച്ച് ഹല്ലേലൂയ സ്വയം നശിച്ച് തമ്മിൽ കലകൊണ്ടായി രാഷ്ട്രങ്ങളിൽ സമാധാനം കെടുത്തിക്കളയാതെ ലോക സമാധാനത്തിനാടിയും പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ജനസമാധാനത്തിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അക്രമങ്ങൾ വിട്ട് രക്തച്ചൊരിച്ചിൽ വിട്ട് മാറിപ്പോകണമായി പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ കർത്താവെ യുദ്ധ കൊതിയന്മാരായിരിക്കുന്ന പല രാഷ്ട്രങ്ങളും രാഷ്ട്ര നേതാക്കന്മാരും ഏകാധിപതിയെ പോലെ വാഴുന്ന പല രാജ്യങ്ങളും കർത്താവെ മനുഷ്യനോട് വേണ്ടവിധ സഹതാപം കാണിക്കാൻ കഴിയാതെ, സഹാനുഭൂതി കാണിക്കുവാൻ കഴിയാതെ, അധികാരത്തിന് വേണ്ടി കസേരയ്ക്ക് വേണ്ടി തമ്മിലടിച്ച് കലഹിച്ചും എന്തും ചെയ്യുവാൻ മടിയില്ലാതെ വെറും ക്രൂരന്മാരായിരിക്കുന്ന ഭരണാധികാരികൾ ലോക രാജ്യങ്ങളിൽ വിവിധ രാജ്യങ്ങളിലെ ആധിപത്യ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവെ അവരെയൊക്കെ ദൈവം സന്ദർശിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലോകം മുഴുവൻ സാത്താൻ്റെ അധീനതയിൽ കിടക്കുമ്പോൾ, സാത്താൻ്റെ ശക്തികൾ ലോകം മുഴുവൻ കൈയടക്കുമ്പോൾ ഹല്ലേലൂയ അത് മുഖാന്തരം സമാധാനം നഷ്ടപ്പെട്ട് മനുഷ്യ ജീവിതങ്ങൾ തകർന്ന് താറുമാറാകുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവെ അതിൽ നിന്നൊരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാട് സാത്താനി സഭകൾ പെരുകി, സാത്താനി കൂട്ടങ്ങൾ പെരുകി കർത്താവെ, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ വരെ സാത്താനി ആരാധന പെരുകി, കുഞ്ഞുകുട്ടികളടക്കം അപാലവൃത്തം ജനങ്ങളെയും പാപത്തിലേക്ക് തള്ളിയിടുന്ന ദുഷ്ട പിശാചുകൾ കർത്താവെ സാത്താനി ആരാധന അത് മുഖാന്തരം മനുഷ്യൻ വിവിധ പാപങ്ങൾക്കകത്ത് അകപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലകൾക്കും ലഹരികൾക്കും അടിമപ്പെട്ട് ജീവിതം തന്നെ തകർന്ന് അനവധി കുടുംബ ജീവിതങ്ങൾ ഛിന്നഭിന്നമായി മാറുമ്പോൾ ഹല്ലേലൂയ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നത് കർത്താവെ. ജനം കർത്താവെ സുബോധത്തിൻ്റെ ആത്മാവിലേക്ക് മടങ്ങി വരുവാൻ, മനുഷ്യൻ സുബോധത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ട് കർത്താവെ പാപത്തെ ഈ ദിവസങ്ങളിൽ വിട്ടൊഴിഞ്ഞ് കർത്താവ് യേശുക്രിസ്തുവിലൂടെ ആത്മരക്ഷ പ്രാപിപ്പാൻ ഈ ജനത്തിൻ്റെ ആത്മീയ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള സകല ജനങ്ങളും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള തിരിച്ചറിവുണ്ടായി മനുഷ്യൻ മതങ്ങളുണ്ടാക്കി, മനുഷ്യൻ ജാതികളെ ഉണ്ടാക്കി, മനുഷ്യൻ കർത്താവെ വേർതിരിവുണ്ടാക്കുന്നു, മനുഷ്യൻ തമ്മിൽ കലഹിക്കുന്നു, പലതും പറഞ്ഞ് മനുഷ്യൻ തന്നെ പലപ്പോഴും കർത്താവെ കുറ്റം വിധിക്കുമ്പോൾ ഇതെല്ലാം ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അവർ ചെയ്യുന്നതൊക്കെ പ്രതിഫലം പ്രാപിക്കുന്നുള്ള തിരിച്ചറിവോടെ ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അബ്ഗാരി ലോബികൾക്കായി പ്രാർത്ഥിക്കുന്നല്ല ബാറുടമകളെ, ബീവറേജ് ഉടമകളെ,
എല്ലാ കള്ളുഷാപ്പ് ഉടമകളെ അതുകൊണ്ട് കോടികൾ കൊയ്യുന്ന ഈ ദുഷ്ടശക്തികൾ കഞ്ചാവും ചരസും കറുപ്പും ഹാഷിഷും ഹെറോയിനും ബ്രൗൺ ഷുഗറും വിവിധ ഗുളികകളും വിവിധ മയക്കുമരുന്നുകൾ MDMA സിന്തറ്റിക് അടക്കമുള്ള മാരകമായ മയക്കുമരുന്നുകൾ മറ്റ് സംസ്ഥാനങ്ങളും രാജ്യത്ത് കേരളത്തിലേക്ക് കടത്തി വിറ്റഴിച്ച് കോടികൾ സമ്പാദിച്ച് അനവധി കുടുംബങ്ങളെ തലമുറകളെ നശിപ്പിക്കുന്ന അനവധി യുവാക്കന്മാരെ നശിപ്പിക്കുന്ന ദുഷ്ടശക്തികളെ ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അവർക്കെല്ലാം മാനസാന്തരം കൊടുക്കണമേ. അവർ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി പലതും ചെയ്യുമ്പോൾ അത് മുഖാന്തരം തകർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് എത്രയെത്ര കുടുംബങ്ങളാണ്, എത്രയെത്ര യുവാക്കന്മാരാണ് അവിടെ സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ മയക്കുമരുന്ന് കേസുകൾ അകപ്പെട്ട് കേരളത്തിലെ ഇന്ത്യയിലും വിദേശങ്ങളുമായി ജയിലുകളിൽ കഴിയുന്നത്. അത് മുഖാന്തരം സമയം സന്ദർഭങ്ങൾ നഷ്ടപ്പെട്ട എത്രയോ കുടുംബങ്ങൾ മാതാപിതാക്കൾ കർത്താവെ കഷ്ടം സഹിക്കുന്നു. അങ്ങനെയുള്ള മേഖലയിൽ കർത്താവെ ഒരു വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ക്രൂരമായ പ്രവൃത്തികൾ, നീചമായ പ്രവൃത്തികൾ പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തെ തകർക്കുന്ന അനുഭവങ്ങൾ, ആ സ്ഥിതികൾക്കല്ലൊരു മാറ്റം വരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സമയം വരുമ്പോൾ നേരോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന ദൈവമേ, ഇന്ന് പകലടിയും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദുഷ്ടശക്തികൾ ആധിപത്യം പുലർത്തുന്ന അന്ധകാരത്തിൻ്റെ മേഖലകൾ, പ്രത്യേകിച്ച് ഈ മൊബൈലിലൊക്കെ ഇന്ന് അഡിക്റ്റായിരിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും സ്കൂളുകളിൽ പോകാതെ അവരെ വിട്ട കർത്താവെ കോളേജുകളിൽ പോകാതെ കൂട്ടുകെട്ടുകൾ കൂടി കടൽ തീരങ്ങളിലും കർത്താവെ വിവിധ ഉല്ലാസ കേന്ദ്രങ്ങളിലും കറങ്ങി നടന്ന് വൈകിട്ട് ഭവനത്തിൽ ചെന്ന് മാതാപിതാക്കളെ കബളിപ്പിക്കുന്ന യുവാക്കന്മാർ, കൗമാരക്കാർ, ഇവർക്കെല്ലാം മാനസാന്തരം കൊടുക്കണം. പിന്നീട് അവർ ചതിയിൽ അകപ്പെട്ട് പലരും തങ്ങളുടെ ജീവിതത്തെ ഒടുക്കിക്കളയുന്നൊരു കാലഘട്ടം. ഇന്ന് പകൽ കർത്താവെ അങ്ങനെയുള്ള ആ വിഷയങ്ങൾ നടുവിലും കർത്താവെ അടിയും പ്രാർത്ഥിക്കുമ്പോൾ യുവാക്കന്മാർ കബളിക്കപ്പെട്ട് പോകാതെ, വഞ്ചിക്കപ്പെട്ട് പോകാതെ, മൊബൈൽ അഡിക്റ്റായി മാറാതെ, വിവിധ ഗെയിമുകൾക്ക് അഡിക്റ്റായി മാറാതെ, ചൂതാട്ട കേന്ദ്രങ്ങളും വ്യഭിചാരശാലകളും ഹല്ലേലൂയ എല്ലാ അസന്മാർഗീയ മേഖലയും പിടിച്ചുപറി, മോഷണം, അഴിമതി, കരിചന്തയും പുകഴ്ത്തിവെപ്പും കൈക്കൂലിയും എന്നുവേണ്ട എല്ലാ മേഖലയും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ സ്വയം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അതിൽ നിന്നൊക്കെ ജനത്തിനൊരു മോചനം കൊടുക്കുന്ന യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദുഷ്ടശക്തികളൊന്നടങ്കം കർത്താവ് കേരളത്തെ ഭാരതത്തെ ലോക രാജ്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കി സകല ജനത്തെയും പാപത്തിൽ തള്ളിയിട്ട് നിത്യ നരകത്തിലേക്ക് ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ അധാർമികമായി പ്രവൃത്തി വിട്ട് കർത്താവ് ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ, കുടുംബത്തിനകത്ത് സമാധാനം, അവർ കടന്നു പോകുന്ന ജോലി സ്ഥലങ്ങളിൽ സമാധാനം, അവരായിരിക്കുന്ന മേഖലകളിലും കർത്താവ് സമൂഹത്തിൻ്റെ സമാധാനത്തിന് മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ പ്രതികാരത്തോടെ ജീവിക്കുന്നു. പ്രതികാര മനോഭാവം പ്രതികാരം തീർക്കാൻ വേണ്ടി മനുഷ്യൻ പലപ്പോഴും പല തന്ത്രങ്ങളും പല ഗൂഢതന്ത്രങ്ങളും മെനയുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങൾ, ഗുണ്ടാ സംഘങ്ങൾ, മാഫിയ സംഘങ്ങൾ ഹല്ലേലൂയ മറ്റുള്ള രക്തം ചൊരിയിച്ചിട്ട് കർത്താവേ നാട്ടിൽ നീതിയോടെ മാന്യന്മാരായി ജീവിക്കുന്ന അനവധി ഹല്ലേലൂയ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഒക്കെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. അവരെല്ലാം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ ജനത്തിനൊരു മാനസാന്തരം കൊടുക്കണമേ. രാജ്യത്തിനകത്ത് രാഷ്ട്രങ്ങൾക്കകത്ത് നീതി വെളിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കുടുംബജീവിതം ഛിന്നഭിന്നമായി കിടക്കുന്ന യഥാസ്ഥാനപ്പെടുവാൻ ഡിവോഴ്സിൻ്റെ കേസുകളൊക്കെ പരിഹരിക്കപ്പെടുവാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരുണ്ടല്ലോ തലവേദനയും ട്യൂമറും കണ്ണുവേദനയും ചെവിവേദന ടോൺസിൽസ് തൈറോയ്ഡ് രോഗങ്ങൾ ചെവിയുടെ തലയുടെയൊക്കെ പെടലിലൊക്കെ ബാലൻസ് തെറ്റിയവർ ഹല്ലേലൂയ മൂക്കിൽ ദശ വളരും മോണ സംബന്ധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹാർട്ടിൻ്റെ ലിവറിൻ്റെ ലെൻസ് സംബന്ധമായ രോഗങ്ങൾ, ആസ്മ പോലുള്ള രോഗങ്ങളാൽ വളരെ ഭാരം അനുഭവിക്കും, പ്രഷറും ഷുഗറും കൊളസ്ട്രോളാൽ ഭാരപ്പെടുന്നവർ, എല്ലാ നാഡീനരമ്പ് ജോയിൻറ്റുകളും പേശികളും രക്തധമനികളിലും വ്യാപരിക്കുന്ന രോഗങ്ങൾ ഹല്ലേലൂയ എല്ലാ ബ്രസ്റ്റ് ക്യാൻസറുകളും ബ്ലഡ് ക്യാൻസറുകളും അതുപോലെ എല്ലാ ബോൺ ക്യാൻസറുകളും കർത്താവ് മജ്ജ സംബന്ധമായ ക്യാൻസറുകൾ, ശരീരത്തിനകത്തും പുറത്തുമായി ഉണ്ടാകുന്ന എല്ലാ ത്വക്ക് രോഗങ്ങളും, എല്ലാ അലർജിയും, എല്ലാ മാരകമായ മഹാവ്യാധികളും ഹല്ലേലൂയ ഉദര സംബന്ധമായ യൂട്രസ് സംബന്ധമായ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, അപ്പൻഡിക്സും വയൽസ് ഹെർണിയ അടക്കമുള്ള രോഗങ്ങൾ ഹല്ലേലൂയ കുടൽ സംബന്ധമായ രോഗങ്ങൾ ഹല്ലേലൂയ അതിലൊക്കെ ഞങ്ങളുടെ ജനം വിടുവിക്കപ്പെടുവാൻ, മോചനം പ്രാപിപ്പാൻ ഹല്ലേലൂയ ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സകല രോഗത്തിനും വൈദ്യനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം സകല ജനങ്ങൾ വെളിപ്പെടുവാൻ ജന്മനാ വൈകല്യമുള്ളവർ, ആശുപത്രിയിൽ പെട്ടുകിടക്കുന്നവർ, ഇപ്പോൾ സർജറിക്കായി വിധേയപ്പെട്ട് സർജറി കഴിഞ്ഞ് കിടക്കുന്നവർ, ഐസിയുലായിരിക്കുന്നവർ, വെന്റിലേറ്റർ ആയിരിക്കുന്നവർ, അവർക്കെല്ലാം കർത്താവ് മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ അവരെല്ലാം കർത്താവിന് സൗഖ്യം പ്രാപിപ്പാൻ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. വാർത്തയ്ക്ക്
വാർദ്ധക്യസഹജമായ അസുഖങ്ങളാൽ ഭാരപ്പെട്ട് മരണാവസ്ഥയിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ട ഭവനത്തിൽ ആമീൻ ജന്മനാ വൈകിലും മറ്റൊരാളുടെ സഹായമില്ലാതെ പുറത്തു പോകാനോ ആമീൻ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യുവാൻ കഴിയില്ലാതെ കിടക്കുന്ന അനവധി ആളുകൾ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകൽ വെളിപ്പെടണമേ. ആശയറ്റരായി ആശ്വാസമില്ലാത്തവരായി ആമീൻ ആശ്രിത കർത്താവേ ആയിരിക്കുന്ന അനവധി ആളുകൾ, അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമേറി കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ്, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ അനവധി സഹോദരന്മാരുണ്ട്. കർത്താവ്, അവർക്ക് തക്ക തുണയെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളില്ലാത്ത തലമുറയെ കൊടുക്കണമേ. ഭവനമില്ലാത്തവരുണ്ടല്ലോ കർത്താവ്, ഭവനം കൊടുക്കുവാൻ. ആമി കർത്താവ്, ഒരു തുണ്ട് ഭൂമിയില്ലാത്തവർക്ക് ദൈവമേ ഭൂമി നൽകുവാൻ, അതവർക്ക് സ്വന്തമാകുവാൻ. ഹല്ലേലൂയ. ബിസിനസ്സിൽ തകർന്നവരുണ്ട്. ഹല്ലേലൂയ. ആമി കർത്താവ്, ചെറുതും വലുതുമായ എല്ലാ വ്യാപാര വ്യവസായ മേഖലയിലും വഴിയോര കച്ചവടങ്ങളും ആഴക്കടലിൽ മത്സ്യബന്ധന കടന്നു മത്സ്യവിൽപ്പന രംഗത്തായിരിക്കുന്നവരും പൊതുമേഖലയിൽ സഹകരണ മേഖലയും ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ആമി എല്ലാ മേഖലയിലും കർത്താവ് ജനത്തിൻ്റെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, അതിൻ്റെ നടുവിൽ കർത്താവ് ആശ്വാസവും സമാധാനം കർത്താവ് നൽകി മാനിക്കണമേ. കർത്താവേ, ജനത്തിന് സമാധാനം കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണമേ. അവർ കടന്നു പോകുന്ന പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിനെ തരണം ചെയ്യുവാനുള്ള കൃപ കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകളുണ്ട്. കർത്താവേ, അവർക്കെല്ലാം സ്വസ്ഥതയും സമാധാനവും സന്തോഷം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പാടത്തും പറമ്പിലും കോറിയിലും കല്ലിലൂടും മണ്ണിലൂടും പണിയെടുക്കുന്നവർ, ആമീൻ ട്രേഡ് രംഗത്ത് പണിയെടുക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുക്കുന്നവർ, ഹല്ലേലൂയ. ക്ഷീരമേഖലയും കാർഷിക മേഖലയിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിവിധ കടക്കണിയിലൂടെ കടന്നു പോകുന്ന ജപ്തി നടപടി നേരിടുന്നവർ, ജീവിതത്തിൽ വിവിധമായ വിഷയങ്ങളെ ഭാരമനുഭവിക്കുന്ന മാനസികരോഗികളായി ഡിപ്രഷൻ രോഗത്താൽ ഭാരപ്പെടുന്നവർ, കണ്ണ് കാണാത്തവർ, ചെവി കേൾക്കാത്തവർ, മുടന്തന്മാരും കർത്താവ് പക്ഷപാതക്കാരും ആമീൻ തുടങ്ങിയ വിവിധമായ മാരകമായ പ്രതിസന്ധികളെ കടന്നു പോകുന്ന അങ്ങനെയുള്ള എല്ലാവരെയും ഞങ്ങൾ ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അവർ കടന്നു പോകുന്ന ഭയാനകമായ പ്രതിസന്ധി സാഹചര്യങ്ങളിൽ ആശ്വാസദായകനായിരിക്കുന്ന കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. സമയം വരുമ്പോൾ ആമീൻ അവൻ നേരോടെ വിധിക്കുമെന്നുള്ള വചനപ്രകാരം കർത്താവ് ഇന്ന് പകൽ സകല ജനത്തെയും അങ്ങനെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മഹത്വമേറിയ കരം ഇന്ന് പകൽ വെളിപ്പെട്ട് കാണുവാൻ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും ആമെ മാറിപ്പോകണ്ടായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന അനവധി ജീവിതങ്ങളുണ്ടല്ലോ. അവർ കർത്താവ് ആത്മഹത്യയുടെ ചിന്ത മാറി എത്തിയ ആസക്തി നിന്ന് വിടിവിക്കപ്പെടുവാൻ ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോരുമില്ലാതെ ആമെ വഴിയോരങ്ങൾ കിടക്കുന്നവരുണ്ട് കർത്താവ്. വൃത്തമന്ദിരത്തിലായിരിക്കുന്നവർ, ആമെ അതുപോലെ കർത്താവ് ഓർഫനേജിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അമ്മത്തൊട്ടിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവർക്കും സമാധാനം, സന്തോഷം, സ്വസ്ഥതയും ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമെ വിവിധമായ ഹല്ലേലൂയ മേഖലയിൽ ആയിരിക്കുന്ന എല്ലാ ജനത്തെയും, വിദേശത്ത് ജോലിക്കായി കടന്ന് ജോലി കിട്ടാതെ ഭാരപ്പെടുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, വിസയുടെ കാലാവധി കഴിഞ്ഞ് വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അവിടെ ജോലിയും വർക്ക് പാസിനായി ആഗ്രഹിക്കുന്നവർ, ഹല്ലേലൂയ അവിടെ വിവിധ ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർ, ഹല്ലേലൂയ ആമെ മദ്യത്തിനും മയക്കും ലഹരിക്ക് അടിമപ്പെട്ട് മണലാടി കഷ്ടസഹി നാട്ടിലേക്ക് കടന്നുവരാൻ കഴിയാത്തവർ, ആമെ വിദേശ രാജ്യത്ത് കഷ്ടസഹിക്കുന്ന സഹോദരിമാർ, അങ്ങനെ വിവിധ മേഖലയിൽ കഷ്ടസഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കെല്ലാം കർത്താവ് ആശ്വാസവും സമാധാനം കൊടുക്കണമേ. അവിടെ പ്രതിസന്ധികളിൽ കർത്താവെ ആമേ കർത്താവ് നീതി വെളിപ്പെടുത്തണമേ. നേരോടെ വിധിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ കഷ്ടം സഹിക്കുന്ന എല്ലാ ജനത്തിൻ്റെ നൊമ്പരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം എല്ലാ മേഖലയിലും നിന്ന് വെളിപ്പെട്ട് കാണുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദുഷ്ടശക്തികൾ കർത്താവെ മുഴുവൻ കൈയടക്കി ആമീൻ ആധിപത്യം പുലർത്തുമ്പോൾ എല്ലാ ദുഷ്കർമ്മികളെയും എല്ലാ സാമ്രാജ്യത്വ ശക്തികളെയും കർത്താവ് നീക്കം ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങളിൽ സകലമായ വിഷയങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ. സമയം വരുമ്പോൾ നേരോടെ വിധിക്കുമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സകല വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.